ഹലോ ഗൈസ്, അങ്ങനെ കാത്തിരുന്ന് കസിന്റെ കല്യാണം എന്നാട്ടോ. സമയം രാവിലെ 7:30 മണിയായി. 8 മണിയാകുമ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞതായിരുന്നു. തലേദിവസം രാത്രി നല്ല വൈകി ഇറങ്ങിയോണ്ട് ഇന്ന് രാവിലെ നീച്ചപ്പോ കുറച്ച് ലേറ്റ് ആയി നീച്ചാലും മേക്കപ്പിലൊന്നും ഒരു കോംപ്രമൈസും വരുത്താൻ പാടില്ല. അതുകൊണ്ട് പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടിയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തൊന്ന് റെഡി ആവാം. തട്ടിക്കൂട്ട് മേക്കപ്പ് ആണെന്നൊക്കെ പറയാ, പക്ഷെ ഇന്നത്തേക്കാളും ഒന്ന് കുറച്ച് ഹെവി ആട്ടോ. ബിക്കോസ് ഇന്ന് നമ്മുടെ കസിന്റെ കല്യാണം. എനിവേ വർത്താനം പറഞ്ഞിക്കാതെ പെട്ടെന്നൊന്ന് റെഡി ആവാം. ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കണ ഞങ്ങളുടെ ഡ്രസ്സ് ഇട്ടൊക്കെ വേണ്ടി. ഡ്രസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും പാടെ ഇഷ്ടപ്പെട്ട ഒരു മോഡൽ അടുപ്പിച്ചതാട്ടോ. എന്തായാലും ആ ഡ്രസ്സ് ഈ വീഡിയോന്റെ അവസാനം കാണിച്ചു. അല്ല, അതിപ്പോ എന്തായാലും നിങ്ങളിപ്പോ മാറ്റി കഴിയുമ്പോ കാണുമല്ലോ. ഈ മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു കലയാണ്. അത് ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല. എന്റെ അധിക സമയങ്ങളിലും ശരിയാവലില്ല. അപ്പൊ ഇന്നത്തെ എന്റെ മുഖത്തെ കലാപരിപാടികൾ കാണിച്ചു തരാം. ഫസ്റ്റ് മോയ്സ്ചറൈസർ ആട്ടോ ഇട്ടോടുത്ത്. അതിന്റെ വീഡിയോ എന്തായാലും ഇതിൽ പെട്ടിട്ടില്ല. അത് പോട്ടെ, നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. സൂര്യ ഇങ്ങനെ കത്തി തിളങ്ങി നിൽക്കല്ലേ, അതുകൊണ്ട് കുറച്ച് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കും. കുറച്ചല്ല, കുറച്ചധികം. അത് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ ഓരോ കുത്തൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ഫൗണ്ടേഷനൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് കോമ്പാക്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ബ്ലഷ് ഒക്കെ ഇട്ട് കൊടുത്തു. എന്താ ഈ ഇടയിട്ട് ബ്ലഷിനോടൊക്കെ ഇഷ്ടം കുറച്ച് കൂടുതലായിട്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് മസ്കാര ഇട്ട് കൊടുത്തു. ചില ടൈമിൽ മസ്കാരൊക്കെ എടുക്കാനുള്ള മടിയുണ്ട് ഐലൈനർ തന്നെ ഇട്ട് കൊടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ലിപ് ലൈനർ കൊണ്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് സെറ്റ്. അത് കഴിഞ്ഞിട്ട് ഇത് ഫേസ് കാനഡയുടെ ലിപ്സ്റ്റിക് ആട്ടോ. അതുകൊണ്ട് കുറച്ചുകൂടെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കണ്ണ് എഴുതാൻ നിന്നാക്ക് ക്യാമറയുടെ മുന്നിൽ നിന്ന് ഐലൈനർ കൊണ്ട് എഴുതാൻ വയ്ക്കും. അതുകൊണ്ട് പെട്ടെന്ന് അപ്പുറത്ത് പോയിട്ട് വേഗം ഒന്ന് എഴുതിയിട്ട് വന്നു. പിന്നെ അവസാനം കണ്ടത് കണ്ണിന്റെ അപ്പുറം ഒന്ന് കൂട്ടിമുട്ടിച്ചാൽ. അങ്ങനെ നമ്മൾ റെഡിയായി. ഇതാട്ടെ ഞങ്ങളുടെ ഡ്രസ് കോഡ്. ആദ്യം ഷാള് ഞാൻ അങ്ങനെ ഇട്ട് നോക്കി, പിന്നെ അങ്ങനെ മാറ്റി കെട്ടിട്ടോ. ചെരുപ്പോടെ ഇട്ട് കൊടുത്തപ്പോ നമ്മൾ റെഡിയായി. അപ്പുറത്താണെങ്കിൽ ചെല്ലാൻ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. ശരി, ബൈ.